നിങ്ങൾ വിഷമിച്ചാൽ സങ്കടം വരും. ശബരിമലയുടെ പേരിൽ വോട്ടുപിടിച്ചെന്ന് സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ചപ്പോൾ കോഴിക്കോട് കസറി മോഡി. വിശ്വാസ സംരക്ഷണ കാവലായി മോദി. സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കണ്ടില്ലേ എന്നാണ് എതിരാളികൾ ചോദിക്കുന്നത്. വിശ്വാസ സംരക്ഷണത്തിന് കാവലായി ജനങ്ങളെ കയ്യിലെടുക്കുന്ന പ്രസംഗമാണ് മോദി കോഴിക്കോട് ഇന്നലെ നടത്തിയത്. വിശ്വാസ സംരക്ഷണത്തിലൂന്നി ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു പ്രസംഗത്തിലുടനീളം പ്രധാനമന്ത്രി. ഉത്തരേന്ത്യയിലെ പോലെ വർഗീയ കാർഡിറക്കി വോട്ട് നേടുക എന്നത് കേരളത്തെ സംബന്ധിച്ച് അസാധ്യമാണ് എന്നാണ് NDA നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങളും പരാമർശങ്ങളും ഒഴിവാക്കിയായിരുന്നു സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രചരണവും. ഇതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ കോഴിക്കോട്ടെ പരിപാടിയും എത്തിയത്. മലബാറിലെ NDA സ്ഥാനാർത്ഥികളടക്കം വേദിയിലെത്തിയെങ്കിലും വിശ്വാസ സംരക്ഷണം തന്നെയായിരുന്നു പ്രധാന പ്രസംഗ വിഷയവും. വിശ്വാസവും മുത്തലാഖും പോലുള്ള അതിക്രമങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ തയ്യാറാകാതെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുകയാണ് കേരളത്തിലെ ഇരു മുന്നണികളും ചെയ്യുന്നത്. ഈ നാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ വിദേശ ശക്തികൾ പരമാവധി ശ്രമിച്ചു. എന്നാൽ അവരതിൽ വിജയിച്ചില്ല. എന്നാൽ ഇപ്പോൾ ചിലർ സുപ്രീം കോടതി വിധിയുടെ പേര് പറഞ്ഞ് നാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ തകർക്കുകയാണെന്നും മോദി പറയുന്നു. കേരളത്തിലെ ജനങ്ങളെ അങ്ങേയറ്റം നിരാശപ്പെടുത്തിയ മുന്നണികളാണ് LDFും UDFും. പേരിൽ മാത്രമാണ് ഇരു കക്ഷികളും തമ്മിലുള്ള വ്യത്യാസം. 2016 മുതൽ അഴിമതി ആരോപണങ്ങളുടെയും പിൻവാതിൽ നിയമനങ്ങളുടെയും പേരിൽ എത്ര മന്ത്രിമാർ കേരളത്തിൽ രാജിവെച്ചു. വ്യാവസായിക വികസനത്തിൽ ഒരു കാഴ്ചപ്പാടും ഇല്ലാത്ത മുന്നണിയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. മാവൂർ ഗോളിയോർ റയോൺസ് ഫാക്ടറിയുടെ കാര്യം നമുക്കെല്ലാം അറിയാം. ഭൂമി കയ്യേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ് ഇരു മുന്നണികളും. BJP മുന്നോട്ട് വയ്ക്കുന്നത് ജനാധിപത്യത്തിന്റെ ഒരു ബദൽ രാഷ്ട്രീയമാണെന്നും മോദി പറയുന്നു. തുഗ്ലക് റോഡിലെ തിരഞ്ഞെടുപ്പ് കുംഭകോണത്തെക്കുറിച്ചാണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മധ്യപ്രദേശിൽ കോടികളുടെ കള്ളപ്പണമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഡൽഹിയിലെ തുഗ്ലക് റോഡിലെ ഒരു പ്രമുഖ നേതാവിലേക്കാണ് അന്വേഷണം എത്തിച്ചേർന്നിരിക്കുന്നത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പോഷകാഹാരം നൽകാൻ വകയിരുത്തിയ പണമാണ് അഴിമതിയിലൂടെ അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. കേരളം സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും നാടായ കേരളം കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ രാഷ്ട്രീയമാണ് അവർ നടപ്പിലാക്കുന്നത്. ജനങ്ങളെ സേവിച്ചതിൻ്റെ പേരിലാണ് ദേശാഭിമാനികളായ BJP RSS പ്രവർത്തകർ ഇവിടെ കൊല ചെയ്യപ്പെട്ടത്. ത്രിപുരയിൽ ഭരണപരാജയം മൂടിവെക്കാൻ അതിക്രമം അഴിച്ചുവിട്ടവരെ ജനങ്ങൾ പുറത്താക്കി. അതുതന്നെയാണ് കേരളത്തിലും സംഭവിക്കുക. കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും സ്ത്രീകളുടെ അവകാശത്തിന്റെ വിഷയം വരുമ്പോൾ ഇരട്ടത്താപ്പാണ്. മുത്തലാഖിനെ ന്യായീകരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഐസ്ക്രീം പാർലർ കേസ്, സോളാർ കേസ് തുടങ്ങിയ സംഭവങ്ങളുടെ ചരിത്രമുള്ളവരാണ് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയുന്നത്. പ്രതിപക്ഷത്തിന് ദേശീയ സംരക്ഷണത്തെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല. കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഭീകരർക്കെതിരെ അവർ ഒന്നും ചെയ്തില്ല. എന്നാൽ നമ്മുടെ സൈന്യം തീവ്രവാദികളുടെ വീട്ടിൽ കയറി അവരെ നശിപ്പിച്ചു. അതിനെ പിന്തുണയ്ക്കുന്നതിന് പകരം പ്രതിപക്ഷവും അവരുടെ സഖ്യകക്ഷികളും സൈന്യത്തെ ചോദ്യം ചെയ്യുന്നു. പ്രതിപക്ഷ നേതാക്കൾ പാകിസ്ഥാനിൽ വീര നായകന്മാരാണ്. നമ്മുടെ സൈന്യത്തെ അപഹസിക്കുന്നതിന് അവരുടെ പ്രസംഗങ്ങളാണ് പാകിസ്ഥാനികൾ ഉദ്ധരിക്കുന്നത്. കേരളത്തിൽ ഭീകരവാദ സംഘടനകൾക്ക് സൗജന്യ പാസ് കൊടുത്തിരിക്കുകയാണ്. അത്തരക്കാരെ സമ്മതിദാനത്തിലൂടെ ശക്തമായ പാഠം പഠിപ്പിക്കേണ്ട സാഹചര്യമാണിത്. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളോടൊപ്പം കേരളത്തിലും വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ഇലക്ട്രോണിക് വിസ അടക്കമുള്ള കാര്യങ്ങൾ വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിപ്പുണ്ടാക്കി. തീവ്രവാദം ജനങ്ങളെ വിഭജിക്കുന്നു. വിനോദസഞ്ചാരം ജനങ്ങളെ ഒരുമിപ്പിക്കുന്നു. നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. എപ്പോഴൊക്കെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇറാനിൽ കുടുങ്ങിയ മലയാളി നേഴ്സുമാർ സുരക്ഷിതരായി തിരിച്ചെത്തി. മലയാളിയായ ബാദർ ടോപ്പ് നാട്ടിൽ തിരിച്ചെത്തി. സുഡാനിലും യമനിലും ലിബിയയിലും അകപ്പെട്ടവർ തിരിച്ചെത്തി. ഇതെല്ലാം ഈ സർക്കാരാണ് സാധ്യമാക്കിയത്. അപ്പോൾ അവരുടെ കുടുംബാംഗങ്ങളുടെ മുഖത്ത് കണ്ട സന്തോഷം എനിക്ക് ഒരിക്കലും മറക്കാനാകില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.